ഇന്ന് നമ്മൾ നല്ലൊരു ഐഡിയയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 8 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 8 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. ഇനി നമുക്ക് തൽക്കാലം ഈ തുണികളൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് 2 പീസ് തുണിയാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന പോലെ 4 അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 4 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള പീസുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി ഈ ഒരു പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കണം. ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് മുകളിലെ ഒരു കോർണർ ഭാഗത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അതിനുശേഷം തുണി ഈ ഒരു രീതിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തൊരു പീസ് നമുക്ക് ഇതേപോലെ തന്നെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അയൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള പീസുകളും റെഡിയാക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ബാക്കിയുള്ള പീസ് തുണികളും അയൺ ചെയ്ത് ആ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസിൻ്റെ നല്ല വശത്തേക്കായിട്ട് അടുത്തൊരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന അരികു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു പീസിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു അരികു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുണി ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു പീസിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണി ഇതുപോലെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അവിടെയും നമുക്ക് ആ ഒരു അരികു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ ലാസ്റ്റ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലാസ്റ്റ് ഭാഗത ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിനായിട്ട് നമ്മളിതാ ഒരു പീസ് തുണിയും ക്യാൻവാസും എടുത്തിട്ടുണ്ട്. നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തതാണ്. ക്യാൻവാസിൻ്റെ ഉള്ളിലായിട്ട് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. തുണീൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകളൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അരികു ഭാഗത്തൂടെ ആയിട്ട് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ആ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം റൗണ്ടിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ നീളവും വീതിയും നമ്മൾ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലാണ്. ഇനി നമുക്ക് തുണിയുടെ നീളം എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ പോയിന്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ആ പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക സെൻറ്റർ ഭാഗത്തേക്കായിട്ട്. അതിനുശേഷം ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അരികിലൂടെ ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇതിനി സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ 2 പീസിൻ്റെ അരികു ഭാഗം നമ്മൾ ഒരു ഭാഗത ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊരു 2 ഇഞ്ചോളം ഇതുപോലെ കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല വശങ്ങൾ ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ 4 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ 4 കോർണർ ഭാഗത്തുനിന്നും ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡിലൂടെ ആയിട്ട് ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്കിതിൻ്റെ നല്ല വശത്തൂടെ ആയിട്ട് അരികിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് 4 അരികു ഭാഗത്തൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നല്ലൊരു കുഷ്യൻ കവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുഷ്യനൊന്ന് ഇട്ട് കൊടുക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ ആ ഒരു തീമിനോട് മാച്ച് ആയിട്ടുള്ള നല്ലൊരു കുഷ്യൻ കവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വീടൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനും ഇത് നല്ലതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.